അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബിശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ. അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മഅശാ وبنينا فوقكم سبعا شدادا وجعلنا سراجا وخاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. സദഖല്ലാഹുൽ അലിയുൽ അലീം. വിശുദ്ധ ഖുർആൻ പഠനത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഖുർആനിലെ 78-ാമത്തെ അധ്യായം സൂറത്തുൻ നബ ആണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 30 ഭാഗങ്ങളാക്കി 30 ജുസുകളാക്കി തിരിക്കുമ്പോൾ അതിലെ ഏറ്റവും അവസാനത്തെ ഭാഗമായ 30-ാമത്തെ ജുസ് ആയ അമ്മ ജുസ് ആരംഭിക്കുന്നത് ഈ സൂറത്തോടു കൂടിയാണ്. സൂറത്തുൻ നബ അവതരിച്ചത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിലാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പ്രബോധനം ഊന്നിയത് 3 കാര്യങ്ങളെ ആയിരുന്നു. അതിലൊന്ന് ദൈവവിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ കഴിവുകളെ സംബന്ധിച്ച്, അള്ളാഹു ഏകനാണ് എന്നതിനെ സംബന്ധിച്ച്, അള്ളാഹുവിനോടൊപ്പം ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും കഴിവുകൾ പങ്കിടുന്ന യാതൊരു പങ്കുകാരനുമില്ല എന്ന കാര്യം അടിയുറപ്പിച്ച് വിശ്വസിപ്പിക്കുവാൻ വേണ്ടി ആണ് ഒന്നാമതായി അദ്ദേഹം നടത്തിയ പ്രവർത്തനം. അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ 2-ാം സ്ഥാനത്ത് ഞാൻ അള്ളാഹുവിൽ നിന്ന് നിയോഗിക്കപ്പെട്ട, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട സത്യസന്ധനായ പ്രവാചകനാണ്, പ്രവാചക ദൗത്യം അത് അവരെ കൊണ്ട് അംഗീകരിക്കുക എന്നതായിരുന്നു. 3-ാമതായിട്ട് അദ്ദേഹം ഊന്നി പറഞ്ഞിരുന്ന കാര്യം പരലോക വിശ്വാസമാണ്. എൻ്റെയും നിങ്ങളുടെയും മരണത്തിനു ശേഷം പുനരുത്ഥാനമുണ്ട്, ഉയിർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷം മുഴുവൻ ആളുകൾക്കും രക്ഷാശിക്ഷകൾ നൽകപ്പെടും. ഈ ലോകത്തെ ആളുകളുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന ആ കർമ്മങ്ങളുടെ വിചാരണക്കനുസരിച്ചുകൊണ്ട് രക്ഷയോ ശിക്ഷയോ നൽകപ്പെടുന്ന ആ വിശ്വാസം, പരലോക വിശ്വാസം, അത് ഊട്ടിയുറപ്പിക്കുക. ഈ 3 കാര്യങ്ങളാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധിതരോട് ഊന്നിപ്പറഞ്ഞിരുന്നത്.
നമുക്കറിയാം, മക്കയിൽ അവതരിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ അവതരിച്ച സൂറത്തുകളിൽ ഈ ഒരു ധാരണ ആളുകൾക്കുണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ധാരാളം സ്ഥലങ്ങളിൽ ഖുർആൻ നിരവധി മാർഗങ്ങളിലൂടെ, നിരവധി ഉദാഹരണങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ, അള്ളാഹുവിൻ്റെ ആയത്തുകളിലൂടെ നിരന്തരം ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അധ്യായമാണ് സൂറത്തുൻ നബ. ഇതിൽ ഊന്നൽ നൽകുന്നത് പക്ഷേ ഈ മൂന്നാമത് പറഞ്ഞ പരലോക വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുക, അതിനാണ് ഈ അധ്യായത്തിൻ്റെ ഊന്നൽ. അധ്യായത്തിൻ്റെ നാമം അന്നബ എന്നാണ്. അന്നബ എന്ന പദം ഇതേ സൂറത്തിലെ 2ാമത്തെ ആയത്തിൽ നിന്ന് അനിന്നബ ഇൽ അദീം എന്ന പദത്തിൽ നിന്നാണ് ആ പേര് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ സൂറത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് കൂടി ഈ അന്നബ എന്ന പദം സൂചിപ്പിക്കുന്നുണ്ട്. അഥവാ മഹാവൃത്താന്തം, ഒരു വലിയ വാർത്ത, അതാണ് അന്നബ എന്ന പദത്തിൻ്റെ അർത്ഥം. നമുക്ക് അതിൻ്റെ പാരായണം ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وخاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. സൂറ അന്നബയിലെ ആദ്യത്തെ 16 ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഠന സൗകര്യത്തിനായി സൂറത്തുൻ നബയിനെ 3 ഭാഗങ്ങളാക്കി നമുക്ക് തിരിക്കാം. അതിലെ ഈ ആദ്യ ഭാഗത്ത്, ആദ്യത്തെ 16 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഗൗരവമായ ഒരു വാർത്തയിലേക്ക്, ഒരു മഹാവൃത്താന്തത്തിലേക്ക്, പരലോകം എന്ന് പറയുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് ശ്രോതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് ബുദ്ധിയുള്ള ആളുകൾക്ക് ഒട്ടേറെ പാഠങ്ങൾ, ചിന്താശീലരായ ആളുകൾക്ക് ധാരാളം ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഏതൊരു കുട്ടിക്കും, ഏത് നഗരവാസിക്കും, ഗ്രാമവാസിക്കും, ഏത് പരിഷ്കൃതനും, വനാന്തരങ്ങളിൽ താമസിക്കുന്ന അപരിഷ്കൃതനും ബോധ്യപ്പെടുന്ന, നിരന്തരമായിട്ട് അവൻ്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, ആ ദൃഷ്ടാന്തങ്ങളിലേക്ക് സർവശക്തനായ നാഥൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പരലോകത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് പരലോകത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ആയത്തുകളിലൂടെ ചെയ്യുന്നത്. അമ്മ യതസാഅലൂൻ. ഈ അധ്യായം ഒരു ചോദ്യത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അമ്മ, എന്തിനെ സംബന്ധിച്ചാണ്? യതസാഅലൂൻ,
ഇവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? ആളുകൾ തസാഅല എന്ന് പറഞ്ഞാൽ പരസ്പരം ചോദിക്കുക. ഞാൻ ഒരു കൂട്ടരോട് അങ്ങോട്ട് ചോദിക്കുക, വേറൊരു കൂട്ടർ ഇങ്ങോട്ട് ചോദിക്കുക, അങ്ങനെ പരസ്പരം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വെച്ചവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കയുടെ മുക്കുമൂലകളിൽ, അതുപോലെ തന്നെ വ്യത്യസ്തമായ വീടുകളിൽ, അങ്ങാടികളിൽ, അവരുടെ മാർക്കറ്റുകളിൽ, കൃഷിസ്ഥലങ്ങളിൽ, എവിടെയൊക്കെയാണോ 4 ആളുകൾ കൂടുന്നത് അവിടങ്ങളിലൊക്കെ ഒരു ചർച്ചാ വിഷയമാണ് ഈ കാര്യം. അമ്മ യതസാഅലൂൻ, എന്തിനെ പറ്റിയാണ് ഇവർ ഈ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? അമ്മ യതസാഅലൂൻ അനിന്നബഇൽ അദീം. അള്ളാഹു തന്നെ അതിന് മറുപടി പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യത്തോടു കൂടി തുടങ്ങിയ അനിന്നബഇൽ അദീം, ആ മഹത്തായ വാർത്തയെ സംബന്ധിച്ചാണോ? അൻ എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച്, കുറിച്ച്. അന്നബഇൽ അദീം, മഹത്തായ ആ വലിയ ആ ശ്രേഷ്ഠമായ വാർത്തയെക്കുറിച്ചാണോ ഇവർ സംസാരിക്കുന്നത്? അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ, ഏത് വാർത്ത? അതേ വാർത്തയിലാണ്. അല്ലദീ, അതിൽ തന്നെയാണ്. ഹും ഫീഹി, അതിൽ തന്നെയാണ് അവർ. മുഖ്തലിഫൂൻ, വ്യത്യസ്തമായ വിഭിന്നമായ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്നത്. വ്യത്യസ്തമായ വിഭിന്നമായ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്ന ആ മഹാവാർത്തയെ സംബന്ധിച്ചാണോ ഇവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആ വാർത്ത എന്ന് പറയുന്നത് പുനരുത്ഥാനമാണ്, ഉയിർത്തെഴുന്നേൽപ്പാണ്, പരലോകമാണ്. അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ആളുകൾക്കുള്ളത് എന്ന് ഖുർആൻ തന്നെ പറയുന്നു. ഹും ഫീഹി മുഖ്തലിഫൂൻ എന്ന്. അത് ആ കാലഘട്ടത്തിലും നമ്മുടെ ഈ സമകാലിക ലോകത്തും അതേപോലെ തന്നെയാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കുറേ ഉണ്ട്. പക്ഷെ ചിലർ പറയുന്നു മരണാനന്തരമുള്ള ജീവിതം വെറും ആത്മീയമായ ഒരു അനുഭവമായിരിക്കും, അതിൽ ശരീരത്തിന് ഒരു പ്രാധാന്യവുമില്ല, ശാരീരികമായ ജീവിതമല്ല അവിടെ ഉണ്ടാവുക, ആത്മീയമായ ഒരു ജീവിതമാണ് എന്ന്. വേറെ ചിലർക്ക് കടുത്ത സംശയമാണ്, അതുണ്ടാവുമോ ഇല്ലയോ. അവരൊരിക്കലും തന്നെ ഇത് ഇല്ല എന്ന് നിഷേധിച്ച് പറയാൻ സന്നദ്ധരല്ല. ഒരു ഊഹമാണ്, ആ ഉണ്ടാകുമായിരിക്കും. കൃത്യമായ ധാരണയില്ലാത്ത രണ്ടാമത്തെ വിഭാഗം. ഇനിയും ഒരു കൂട്ടർ ശക്തമായി അതിനെ നിഷേധിക്കുന്നു, ഇല്ല, അത് അസംഭവ്യമാണ്. മരിച്ച് മണ്ണായി കഴിഞ്ഞ എല്ലാം തന്നെ നുരുമ്പി ഒന്നുമില്ലാതെ ആയി കഴിഞ്ഞാൽ പിന്നെ അതേ മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുക, വീണ്ടും സൃഷ്ടിക്കുക എന്നത് അസംഭവ്യമാണ്, ദൈവം അങ്ങനെ നടത്തുകയില്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിലേക്കാണ് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. എന്നിട്ട് പറയാ, കല്ലാ, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന രൂപത്തിലൊന്നുമല്ല, നിങ്ങളുടെ ഈ വാദഗതി പോലെയൊന്നുമല്ല കാര്യം. കല്ലാ സയഅലമൂൻ, അവർ ഈ ചർച്ച ചെയ്യുന്ന ആളുകൾ അറിയുക തന്നെ ചെയ്യും. സയഅലമൂൻ, അടുത്ത് തന്നെ അറിയും. സുമ്മ കല്ലാ, വീണ്ടും വീണ്ടും പറയുന്നു, പിന്നെയും അങ്ങനെയല്ല. സയഅലമൂൻ, അവർ അറിയുക തന്നെ ചെയ്യും. അറിയാനിരിക്കുകയാണ്. എന്താണ് എന്ന് അധിക കാലമൊന്നും വേണ്ട. എന്താണ് സംഭവിക്കുക എന്ന് ഇവർ അറിയുക തന്നെ ചെയ്യുമെന്ന് തുടക്കത്തിൽ പറഞ്ഞു വെച്ചു. എന്നിട്ട് ഇതിനൊക്കെ നിഷേധിക്കാൻ വേണ്ടി മണിക്കൂറുകൾ ചെലവഴിക്കുന്ന, ഒരുപക്ഷെ തങ്ങളുടെ ആയുസ് മുഴുവൻ പരലോക നിഷേധത്തിൻ്റെ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്ര സമയം അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം ചെലവിടുന്നതിന് പകരം ഒന്ന് ഓർത്തു നോക്കിക്കൂടെ സുഹൃത്തുക്കളെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? നിങ്ങൾക്ക് ചുറ്റിലും നിരന്തരമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ആയത്തുകൾ, ചില ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചുകൂടെ എന്ന് ബുദ്ധിയുള്ള മനുഷ്യരോട് ഖുർആൻ ചോദിക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം ആത്മീയമായ ഗ്രന്ഥം എന്നാണ് ആളുകൾ പറയുക. ആത്മീയത എന്ന് പറയുമ്പോൾ പൊതുവിൽ ആളുകൾ മനസ്സിലാക്കിയത് അത് മനുഷ്യരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ്. ആത്മീയതയിൽ കപട ആത്മീയതയുണ്ട്.
അവർ ആളുകളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുക അന്ധമായ വിശ്വാസങ്ങളിലേക്കാണ്. തങ്ങളുടെ ചില കുടില അല്ലെങ്കിൽ തങ്ങളുടെ ചില സങ്കുചിതമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുവാൻ വേണ്ടിയിട്ട് ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന ചില ആത്മീയവാദികളുണ്ട്. അവരാളുകളോട് പറയുക, നിങ്ങൾ കണ്ണടക്കൂ എന്നാണ്, നിങ്ങൾ കണ്ണു ചിമ്മൂ എന്നും. പക്ഷേ വിശുദ്ധ ഖുർആൻ മനുഷ്യരെ മുഴുവൻ ഉണർത്തുകയാണ്, നിങ്ങൾ കണ്ണു തുറക്കൂ എന്ന്. ആ കണ്ണു തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അലം നജ്അലിൽ അർള മിഹാദ. ഈ പരലോകത്തെ നിങ്ങൾ നിഷേധിക്കുന്നത് എന്താ? ആ നിഷേധിക്കാൻ വരട്ടെ, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? അലം നജ്അലിൽ അർള മിഹാദ. ഈ ഭൂമിയെ നാം ഒരു വിരിപ്പാക്കി തന്നില്ലേ നാം? ഒന്നാമത്തെ ചോദ്യം അതാ. ഇത് ഒരുപക്ഷെ ഈ ഖുർആൻ അവതരിക്കുന്ന ആ 6-ാം നൂറ്റാണ്ടിൽ ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ഭൂമിയുടെ ആകൃതിയെ സംബന്ധിച്ച്, ഭൂമിയുടെ ഭ്രമണത്തെ സംബന്ധിച്ചും അതിൻ്റെ പരിക്രമണത്തെ സംബന്ധിച്ചുമൊന്നും കൃത്യമായ ശാസ്ത്രീയമായ അറിവ് ലഭ്യമായിരുന്നില്ല. പക്ഷേ അവരോട് ചോദിച്ചു, അതേ ചോദ്യം ഇന്നും അതേ ചോദ്യം നമ്മോട് ചോദിക്കുകയാണ്. അലം നജ്അലിൽ അർള മിഹാദ. അൽ അർള്, ഭൂമിയുടെ മേലാണല്ലോ നമ്മളൊക്കെ സഞ്ചരിക്കുന്നതും നമ്മളൊക്കെ കിടന്നുറങ്ങുന്നതും നമ്മുടെ സകലമാന പ്രവർത്തനങ്ങളും ഈ ഭൂമിക്ക് മുകളിലാണല്ലോ. ആ ഭൂമിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നാം നിങ്ങൾക്കൊരു വിരിപ്പാക്കി അല്ലെങ്കിൽ തൊട്ടിലാക്കി എന്നും പറയാം. തൊട്ടില്, വിരിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ സുഖകരമായിട്ട് ഒരു മനുഷ്യന് അല്ലെങ്കിൽ കുഞ്ഞിന് ഉറങ്ങാൻ പറ്റിയ സുന്ദരമായ ഏറ്റവും യോജിച്ച സ്ഥലമാണ്. ഒരു പ്രയാസവുമില്ലാതെ സുഖ സുഷുപ്തി. ഈ ഭൂമി അങ്ങനെയാണ്. ഏത് ഭൂമിയാണെന്നറിയോ? വളരെ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയാണിത്. ഭൂമി പരിക്രമണം ചെയ്യുന്നത് ഒരു സെക്കൻഡിൽ 29.6 കിലോമീറ്റർ വേഗതയിലാണ്. ഒരു സെക്കൻഡിൽ അത്രക്കും വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമി. ഈ ആകൃതി എന്താണെന്നറിയോ? ഗോളാകൃതിയിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മുകളിൽ നിൽക്കുന്ന കാര്യം നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടോ? ഗോളാകൃതിയിലുള്ള ഈ ഭൂമി ഒരു സ്ഥലത്ത് അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല. അത് ഈ ആകാശം ഗംഗ എന്ന് പറയുന്ന ഈ മിൽക്കി വേ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിലെ നക്ഷത്രങ്ങളായ അതിൽപ്പെട്ട ഒരു നക്ഷത്രമായ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം, ആ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹം എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ്. അതിനെ ആരും കെട്ടിവലിച്ച് നിർത്തിയിട്ടില്ല, അതിനെ ആരും ഒരു താങ്ങ് കൊടുത്ത് നിർത്തിയിട്ടില്ല. അത് ഈ സ്പേസിൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിവേഗതയിൽ. വളരെ കൃത്യമായ ഒരു വഴിയിലൂടെ, ഒരു ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറങ്ങുന്ന ഒരു ഗോളത്തിന് പുറത്ത് സുഖകരമായി താമസിക്കുന്ന മനുഷ്യ, അലം നജ്അലിൽ അർള മിഹാദ. ദാ ചോദ്യം. മനസ്സുകളെ തൊട്ടുണർത്തുന്ന, ചിന്താശേഷിയുള്ള, ബുദ്ധിയുള്ള മുഴുവൻ ആളുകളുടെയും ബുദ്ധിയെ അള്ളാഹു ക്ഷണിക്കുകയാണ്. അലം നജ്അലിൽ അർള മിഹാദ. ഈ ഭൂമിയെ നാം ഒരു വിരിപ്പ് പോലെ ആക്കിയില്ലേ? വൽ ജിബാല ഔതാദ. രണ്ടാമത് അള്ളാഹു പറയുന്ന ആയത്ത് ദൃഷ്ടാന്തമായി എടുത്തു പറയുന്നത്, നമുക്കൊക്കെ നോക്കിക്കാണാൻ പറ്റുന്ന വിധത്തിൽ ഈ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചു വെച്ച പർവ്വതങ്ങളെയാണ്. വൽ ജിബാല ഔതാദ. പർവ്വതങ്ങളെ നാം ആണികളാക്കിയില്ലേ എന്നാണ്. വത്ദ് എന്ന വാക്കിൻ്റെ ബഹുവചന രൂപമാണ് ഔതാദ്, ആണികൾ എന്ന്. പർവ്വതങ്ങളെ ആണികളാക്കിയില്ലേ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം എന്താണ് ആ ആയത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്ന്, അത് ഇന്നതാണ് എന്ന് തറപ്പിച്ചു പറയാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അതിൻ്റെ ആശയം ഇന്നതാണ് എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറഞ്ഞ് ഇത് തന്നെയാണത് എന്ന് പറയുവാൻ എനിക്ക് സാധ്യമല്ല. കാരണം എൻ്റെ അറിവ് അള്ളാഹു നൽകിയ വളരെ വളരെ തുച്ഛമായ അറിവിൽപ്പെട്ട വളരെ തുച്ഛമായ ഒരു കാര്യം മാത്രമാണ്. അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ ആണികളാക്കിയിരിക്കുന്നു എന്ന്. അതിനെ സംബന്ധിച്ചും പഠനം നടത്തുന്ന ശാസ്ത്രശാഖയുണ്ട്.
പർവ്വതങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, പർവ്വതത്തിന് മുകളിൽ കാണുന്നതിനേക്കാൾ, പർവ്വതം ഈ ഭൂമിയുടെ മുകളിൽ പർവ്വതം വലിയ ഉയർന്നു നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും, അതിനേക്കാൾ അതിൻ്റെ താഴ്ഭാഗത്തേക്കുണ്ടത്രേ. ഒരു ആണി, നമ്മൾ ചുമരിൽ ഒരു ആണി അടിച്ചാൽ ആ ആണിയുടെ നല്ലൊരു ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ആണി അടിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഉറപ്പിച്ചു നിർത്താനാണ് കാര്യങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ ചോദിക്കുന്നത്, ഈ ഭൂമിയിൽ നാം പർവ്വതങ്ങളാകുന്ന ആണി അടിച്ചില്ലേന്ന. എന്താണ് അതിൻ്റെ യുക്തി എന്ന് അള്ളാഹുവിനെ അറിയോ? പർവ്വതങ്ങളെ ആണികളാക്കിയില്ലേ. വൽ ജിബാല ഔതാദ വ ഖലഖനാകും അസ്വാജ. മൂന്നാമത് പറയാം, ഏത് മനുഷ്യനും കാണുന്ന നിരന്തരമായി അനുഭവപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. വ ഖലഖനാകും അസ്വാജ, നിങ്ങളെയൊക്കെ നാം ഇണകളാക്കി സൃഷ്ടിച്ചില്ലേ. വ ഖലഖനാകും, നാം നിങ്ങളെ സൃഷ്ടിച്ചില്ലേ. അസ്വാജ, ഇണകളായി. ഒറ്റക്കൊറ്റക്കല്ല, ഇണയാണ്. ഇണയില്ലാതെ ജീവിക്കുവാൻ മനുഷ്യ പ്രകൃതിക്ക് വിരുദ്ധമാണത്. അസ്വാജ്, സൗജ്, അസ്വാജ്, ഇണകളായി നാം നിങ്ങളെ സൃഷ്ടിച്ചു. ഒരു വല്ലാത്ത ദൃഷ്ടാന്തമാണത്, സ്ത്രീയും പുരുഷനും. വിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലങ്ങളിലും ഇത് പറയുന്നുണ്ട്. ഇത് മനുഷ്യവർഗത്തിൽ മാത്രമല്ല, അള്ളാഹു സൃഷ്ടിച്ച സസ്യങ്ങളിലും ജീവജാലങ്ങളിലുമൊക്കെ ഇണകൾ എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇണകളായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നത് ഒരു ദൃഷ്ടാന്തമാണ്. വ ഖലഖ്നാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത. ഒരു ദിവസം ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം എന്താ? അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ഉറക്കമുണ്ടല്ലോ, ആ ഉറക്കം ഒരു ദൃഷ്ടാന്തമാണ്. വജഅൽനാ നൗമകും സുബാത, നിങ്ങളുടെ ഉറക്കിനെ നാം ആക്കി സുബാത, വിശ്രമത്തിൻ്റെ വേള, വിശ്രമ സമയമാക്കിയിട്ട്, ശാന്തിയുടെ സമയമായിട്ട്, സമാധാനത്തിൻ്റെ സമയമാക്കി ഉറക്കിനെ മാറ്റി. ഉറക്കിനെ സംബന്ധിച്ച്, നൗം, നിദ്രയെ സംബന്ധിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഉറങ്ങുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ മനസ്സ് എന്താണ് മനസ്സിന് സംഭവിക്കുന്നത്? വേറൊരു സംഗതിയാണ്. ഒരു മരണത്തെ പോലെയാണ് നിദ്ര എന്ന് പറയുന്നുണ്ട്. ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യ. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു, നിന്റെ നാമത്തിൽ ഞാൻ ജീവിക്കുന്നു എന്ന്. ഉറങ്ങാൻ പോകുമ്പോൾ പറയുന്നത് അമൂത്തു, ഞാൻ മരിക്കുന്നു എന്ന്. എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഒരു ബോധതലം ഉണ്ടല്ലോ, അതങ്ങോട്ട് മറയുകയാണ്. പിന്നെ വേറൊരു ലോകത്തേക്ക് പ്രവേശിക്കുന്ന പോലെ ഉറക്കില്ലെങ്കിലോ, ഉറക്കിനെ ഇവിടെ പറയുന്നത് വിശ്രമവേളയാക്കിന. ഒരു മനുഷ്യൻ ധാരാളം പല തരത്തിൽപ്പെട്ട പ്രവർത്തനങ്ങൾ നിരന്തരമായി ചെയ്യുക. ആ മനുഷ്യന് അള്ളാഹു തന്നെ നിശ്ചയിച്ചു, ഇനി ആ പ്രവർത്തനം തുടരണമെങ്കിൽ അനിവാര്യമാണ് അല്പസമയം വിശ്രമം. വജഅൽനാ നൗമകും സുബാത വജഅൽനൽ ലൈല ലിബാസാ. രാത്രിയെ നാം ഒരു വസ്ത്രമാക്കി, ഒരു മൂടുപടമാക്കി തന്നു എന്നാണ്. രാത്രിയും പകലുമൊക്കെ നിരന്തരമായി നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നേരം വെളുക്കുന്നു, ഇരുട്ടാവുന്നു, ഇതൊരു പ്രക്രിയയാണ്. പക്ഷേ അള്ളാഹു അത് പറയുന്നത് അതിനൊക്കെ കൃത്യമായ ചില ലക്ഷ്യമുണ്ട്. വജഅൽനാ നൗമകും സുബാത വജഅൽനൽ ലൈല ലിബാസ. രാത്രിയെ നാം ലിബാസ്, വസ്ത്രമാക്കി തന്നു. വജഅൽനൻ നഹാറ മഅശാ. പകലിനെ നാം ജീവിതായോധനത്തിനുള്ള മാർഗമാക്കി. മഅേഷ്, പകലിനെ നാം ജീവിതായോധനത്തിലുള്ള മാർഗമാക്കുകയും ചെയ്തു എന്നാണ്. ഉപജീവന വേള മഅേഷ് എന്ന് പറഞ്ഞാൽ, പകൽ സമയത്ത് നമ്മൾ വ്യത്യസ്തമായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഉപജീവനം, അതിനാവശ്യമായ വസ്തുക്കൾ കണ്ടെത്തുവാനുള്ള ജീവിതായോധനം, ഉപജീവനം, അതിനുള്ള സമയമാണ് പകൽ. വെളിച്ചം, എല്ലാ സൗകര്യങ്ങളും. അതിൻ്റെ ക്ഷീണം മാറ്റാൻ അള്ളാഹു മൂടിയ, ഒരു പുതപ്പിട്ട് മൂടി കിടക്കുന്നത് പോലെ രാത്രിയെ നമുക്ക് തന്നു. വജഅൽനാ നൗമകും സുബാത വജഅൽനൽ ലൈല ലിബാസ വജഅൽനൻ നഹാറ മഅശാ വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ. പിന്നീട് പറയുന്നത്,
നിങ്ങളുടെ മുകളിൽ നാം ഉണ്ടാക്കി, ബനൈന നിർമ്മിച്ചിരിക്കുന്നു, ഫൗഖക്കും നിങ്ങൾക്ക് മുകളിൽ സബ്അൻ ശിദാദ 7 ശക്തമായ കോട്ടകളെ. ഷിദാദ് എന്നാ പറഞ്ഞു. ഷിദാദ് എന്ന ശക്തമായ എന്നാണ് അർത്ഥം. 7 സുശക്തമായ വാനങ്ങളെ അല്ലെങ്കിൽ കോട്ടകളെ ഒക്കെ എന്തൊക്കെ പറയാം അവിടെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചു. സബ്അൻ ഷിദാദ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശമെന്ന് വളരെ കൃത്യമായി ഇന്നതാണ് എന്ന് അറുത്തു പറയാൻ എനിക്ക് സാധ്യമല്ല. പക്ഷെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആകാശലോകത്ത്, ഭൂമിക്ക് മുകളിൽ എന്ന് നമ്മൾ പറയുന്ന ശൂന്യാകാശത്തിൽ വ്യത്യസ്തമായ ഗോളങ്ങളുണ്ട്, വ്യത്യസ്തമായ ധാരാളം നക്ഷത്രങ്ങളുണ്ട്. പക്ഷേ ഒരു ഗോളവും അതിൻ്റെ പരിധിയിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കുന്നില്ല. ഒരിക്കലും തന്നെ അത് മുറിച്ച് കടക്കുവാൻ അതിന് സാധ്യമല്ല. ഭദ്രമായ ചില കോട്ടകളാണ്, രാശികളാണ്. ആ ഓർബിറ്റ്, അതിലൂടെ മാത്രമേ അത് പോകൂ. അത് വളരെ ഭദ്രമാണ്. അതിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലാനും സാധ്യമല്ല. വേറെ ഒന്നിൻ്റെ ഓർബിറ്റിലേക്ക് അങ്ങോട്ട് പാഞ്ഞു കയറാൻ സാധ്യമല്ല. വളരെ ഷിദാദ്, നല്ല അടച്ചുപൂട്ടി ഭദ്രമാക്കിയ സുശക്തമായ കോട്ടകൾ. വബനൈന ഫൗഖക്കും സബ്അൻ ശിദാദ. നിങ്ങൾക്ക് മുകളിൽ നാം 7 സുശക്തമായ വാനങ്ങളെ സ്ഥാപിച്ചില്ലയോ എന്നാണ്. വബനൈന ഫൗഖക്കും സബ്അൻ ശിദാദ വജഅൽനാ സിറാജൻ വഖാജാ. പിന്നീട് പറയുന്നു, നാം ഒരു കത്തിജ്വലിക്കുന്ന വിളക്കിനെ ഉണ്ടാക്കിയില്ലേ. വജഅൽനാ സിറാജൻ വഖാജ. സിറാജ് വിളക്ക്, വഹാജ് കത്തിജ്വലിക്കുന്ന, അതിതീവ്രമായ തരത്തിൽ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കിനെ നാം ഉണ്ടാക്കിയില്ലേന്ന്. സൂര്യനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിശക്തമായ ചൂടിൽ വളരെ ശക്തമായ പ്രകാശം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ, അതിൻ്റെ നേരെ ഒന്ന് നോക്കാൻ 15 കോടി കിലോമീറ്റർ ഇപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യൻ, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് അതിൻ്റെ നേരെ ഒന്ന് നഗ്നമായ നേത്രം കൊണ്ട് നോക്കാൻ പോലും കഴിയാത്ത അത്ര വെട്ടിത്തിളങ്ങുന്ന കത്തിജ്വലിക്കുന്ന സൂര്യൻ. വജഅൽനാ സിറാജൻ വഹാജ വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജ. നാം മേഘങ്ങളിൽ നിന്ന് ഇറക്കുകയും ചെയ്തു. വഅൻസൽനാ മിനൽ മുഅ്സിറാത്ത്. മുഅ്സിറാത്ത് എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ. മാഅൻ സജ്ജാജ, കോരിച്ചൊരിയുന്ന വെള്ളത്തെ, കുത്തിയൊലിക്കുന്ന വെള്ളത്തെ അള്ളാഹു മഴ വർഷിപ്പിച്ചു തന്നതിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. നാം എന്നാണ് എല്ലാത്തിലും പറയുന്നത്. വഅൻസൽനാ വജഅൽനാ വബനൈന എന്നൊക്കെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നാ ചോദ്യം. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ. മേഘങ്ങളിൽ നിന്ന് കോരിച്ചൊരിയുന്ന മഴയെ നാം നിങ്ങൾക്ക് ഇറക്കിത്തന്നു. എന്തിനാ മഴ? മഴ കൊണ്ടുള്ള നേട്ടങ്ങളും കൂടി പറഞ്ഞു. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാതിൻ അൽഫാഫ. അതുകൊണ്ട് നാം പുറപ്പെടുവിപ്പിച്ചു. മഴ പെയ്തു, ആ മഴയിൽ നിന്ന് അല്ലാഹു ഇദാ നുഖ്രിജ, പുറത്തേക്ക് കൊണ്ടുവന്നു. ബിഹി, ഈ വെള്ളം കൊണ്ട്, ഹബ്ബൻ വനബാത, ഹബ്ബ് ധാന്യമണികൾ, ധാന്യങ്ങൾ, വനബാത സസ്യങ്ങളെ, ധാന്യങ്ങളെ മുളപ്പിച്ചു. വജന്നാത്തിൻ അൽഫാഫ, ജന്നാത്ത് തോട്ടങ്ങൾ, അൽഫാഫ് ഇടതൂർന്ന ഇടതങ്ങിയ തോട്ടങ്ങളെയും നാം അതിലൂടെ ഉൽപ്പാദിപ്പിച്ചു എന്ന്. ഇത് 16 ആയത്തുകൾ പരലോകത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്നത് ഇപ്പറഞ്ഞ കാര്യത്തിലേക്കാണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് എല്ലാ കാര്യങ്ങൾക്കും, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് ബോധിപ്പിക്കുകയാണ്. സൂര്യന് ചില ലക്ഷ്യമുണ്ട്, രാത്രിക്കുണ്ട് ലക്ഷ്യം, പകലിനുണ്ട് ലക്ഷ്യം. അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്ക്, നിങ്ങളുടെ ജീവിതായോധനം, എല്ലാത്തിനും ലക്ഷ്യമുണ്ട്. അള്ളാഹു വെള്ളം ഇറക്കിയതിന് ലക്ഷ്യമുണ്ട്, എല്ലാത്തിനും ലക്ഷ്യമുണ്ട്. പക്ഷേ മനുഷ്യ ജീവിതത്തിന് മാത്രം ലക്ഷ്യമില്ലെന്നോ? ഇതാ ചോദ്യം, ബുദ്ധിയുള്ള മനുഷ്യരോടുള്ള ചോദ്യം. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടലാണ്. ഈ ഭൂമിയിലുള്ള ജീവിതം വളരെ നശ്വരമാണ്, അല്പകാലത്തേക്കുള്ളതാണ്.
ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് സർവശക്തനായ പ്രപഞ്ചനാഥനായ റബ്ബിൻ്റെ തൃപ്തി നേടലാണ്. മാത്രമല്ല ഇതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു. ആളുകൾ പറയുന്നത് അത് സംഭവിക്കൂല എന്നാണ്. നിസ്സാരനായ മനുഷ്യനെ, വീണ്ടും ഞുരുമ്പിച്ചു പോയ എല്ലുകളെ വീണ്ടും പുനഃസൃഷ്ടിക്കുക എന്നത് അസാധ്യമാണ് എന്ന് പറയുന്ന മനുഷ്യ, നിൻ്റെ മുകളിലേക്കൊന്ന് നോക്കിക്കൂടെ നിനക്ക്? നിൻ്റെ ചുറ്റിലുമുള്ള പർവ്വതത്തിലേക്കൊന്ന് നോക്കിക്കൂടെ നിനക്ക്? നീ സുഖകരമായി ജീവിക്കുന്ന നിൻ്റെ ഭൂമിയിൽ എങ്ങനെയാണ് നിനക്കവിടെ താമസിക്കാൻ കഴിയുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ സംവിധാനം ഏർപ്പെടുത്തിയ റബ്ബിന് പരലോകത്ത് വീണ്ടും നിന്നെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് ഒട്ടും പ്രയാസകരമല്ല എന്നാണ് രണ്ടാമത്തെ തെളിവ്. മൂന്നാമത് ഇതിൽ പറയുന്നത് ലിനുഖ്രിജ ബിഹി ഹബ്ബം വനബാത്ത എന്നുള്ള സൂചനയാണ്. എങ്ങനെയാണോ വെള്ളം വർഷിപ്പിച്ചിട്ട് ഒന്നുമില്ലാതിരുന്ന തരിശായി കിടന്ന ഭൂമിയിൽ അള്ളാഹു സസ്യങ്ങളെ മുളപ്പിച്ച് ഉണ്ടാക്കുന്നത്, അതേപോലെ ഒന്നുമല്ലാതെയായി മാറി നീ. അങ്ങനെ കാലങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ മനുഷ്യരെ വീണ്ടും അള്ളാഹു പുനരുജ്ജീവിപ്പിക്കും എന്നാണ്. പരലോക വിശ്വാസത്തെ തീർത്തും തള്ളിക്കളഞ്ഞിരുന്ന മനുഷ്യരുടെ മുമ്പാകെ അള്ളാഹു നിരത്തുന്ന കൃത്യമായ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആയത്തുകൾ മനസ്സിലാക്കി ശ്രദ്ധാപൂർവം പഠിച്ച് അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.